ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞേ അപ്പോൾ എനിക്ക് തോന്നിയൊന്ന് നിങ്ങളെ ഒന്ന് അവിടെ പറയാമെന്ന് വിചാരിച്ചു. സൗണ്ടൊന്നും ശരിയില്ല, തണുപ്പ് പിടിച്ച് കുറച്ച് ദിവസമായി വയ്യ. ഞാൻ എൻ്റെ വീട്ടിലുള്ള മോൾക്കും വയ്യ. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് കാമ്പ് എന്നറിയും. വാഴേൻ്റെ ഉള്ളിലുള്ള വാഴ പൊളിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് വാഴ കാമ്പ് എന്നറിയും. ഓരോ നാട്ടിൽ വാഴപ്പിണ്ടി എന്നെല്ലാം പറയും. കൂമ്പല്ല കേട്ടോ. ഇത് ചെറുങ്ങനെ മുറിച്ചിട്ട് കഴുകി പീഞ്ഞെടുത്ത് വറവിലിടുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് ഇടുന്നറിയോ, വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇച്ചിരി അരിയിട്ട് അരി നല്ലോണം പൊട്ടി ഇങ്ങനെ അരി എന്താ പറഞ്ഞാൽ വറുത്ത് വരില്ലേ, അപ്പം അതിൽ ഇച്ചിരി ഉണക്കമുളകും പൊട്ടിച്ചിട്ട് കാമ്പ് പിഴിഞ്ഞ് അതിൻ്റെ അകത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് ഇച്ചിരി തേങ്ങയും ഇട്ട് ചെറിയ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാണ് ഇത്. നമുക്ക് പൈസ കൊടുത്താൽ വരെ കിട്ടാത്തൊരു ഭക്ഷണമാണ്. നല്ലതാണ്, ഷുഗറിലുള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്ന കേട്ടു. എനിക്കറിവില്ല, എന്നാലും നല്ല സാധനമാണ്. വയറ്റിൽ എന്തെങ്കിലും മോശം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തലനാറെല്ലാം ഇങ്ങനെ കുടുങ്ങൂലേ, അപ്പം അതെല്ലാം പോകാൻ പറ്റിയ സംഭവമാണെന്ന് പറയുന്ന കേട്ടു. ഇവിടുന്ന് പഴമക്കാരെല്ലാം പറയുന്നത് കേട്ടു. എനിക്കതിനെപ്പറ്റി അറിയില്ലേ, ആരും എന്നോട് ഒന്നും പറയാൻ പാടില്ല ഇത് കേട്ടിട്ട്. പിന്നെ വേറെ എന്താണെന്നറിയോ, ഇതെന്താണെന്നറിയോ, ഇതും അത് തന്നെയാണ്. വാഴ കാമ്പും ചക്കപ്പൂതലില്ലേ, ചക്കേൻ്റെതാ. അത് രണ്ടും കൂടി മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയിലിട്ട് വേവിച്ച് തക്കാളിയിലിട്ടിനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ടേസ്റ്റൊന്നും ചെയ്തില്ല. എന്നിട്ട് വേവിച്ചിട്ടാകുമ്പോൾ തേങ്ങയും ജീരകം അരച്ച് ഒഴിച്ച് ഇച്ചിരി പുളിയും. അപ്പോൾ മോരുണ്ടെങ്കിൽ നല്ലതാണ്, തൈരോ മോരോ. അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പുളി ഒഴിച്ചിട്ട് പുളിങ്കറി, നമ്മുടെ നാട്ടിൽ പുളിങ്കറി എന്ന് പറയും, ഒഴിച്ച് എല്ലാം കൂടി നല്ലോണം തിളപ്പിച്ചിട്ടാകുമ്പോൾ കടുകും ഉണക്കമുളകും കരിവേപ്പിലയും കൂടി വറുത്തിടുന്നതാണ് പുളിങ്കറി. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇങ്ങോട്ടെല്ലാം ഇങ്ങനത്തെ ഭക്ഷണമാണ് ഉണ്ടാവുക. കാമ്പ്, കൂമ്പ്, പിന്നെ എന്താ പറയണ്ടേ, ചേമ്പിൻ്റെ കൈ, അങ്ങനെയുള്ള കറികളാണ്. ഇത് മത്തി മുളകിട്ടതാണ്. മത്തി ഇന്നലെ വാങ്ങിയതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വായിക്കൊന്നൊരു ടേസ്റ്റ് ഇല്ല, അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അതൊന്നും ആക്കിയിട്ടില്ല. വെറുങ്ങനെ ഇച്ചിരി പുളി ഒഴിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് വറ്റിച്ചെടുത്ത് അതിൽ കുറച്ച് വെളുത്തുള്ളിയും ചതക്കിയിട്ട് പച്ച വെളിച്ചെണ്ണയും നനച്ചുണ്ടോ. ഇതാണ് നമ്മുടെ തിന്നത്തെ ചോറിൻ്റെ ഭക്ഷണം. പിന്നെ ഇതാരെന്നാണെന്നറിയോ, ഇതാണ് എൻ്റെ വാവ. വയ്യ, നമുക്ക് എല്ലാവർക്കും തണുപ്പ് പിടിച്ചിന്. അമ്മക്കും വയ്യ, അമ്മേനെ കാണിക്കാൻ ഡോക്ടറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തീരെ വയ്യ, കുറേ ദിവസമായി. ഇന്ന് ഞാൻ എണീച്ച് ചെറുങ്ങനെ എല്ലാം ഭക്ഷണമെല്ലാം വെക്കണ്ടേ, അമ്മക്കൊന്നും കഴിയുന്നില്ല. അമ്മേനെ രാവിലെ കാണിക്കാൻ പോയിന്. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ ഇരുന്ന്. എന്തിനാണമ്മ സങ്കടപ്പെടുന്നത്? ഹായ് പറഞ്ഞാട്ടെ മോള്, ഹായ് പറ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് എൻ്റെ മോളെ സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇങ്ങോട്ട് നോക്കും മോളെ കേട്ടോ. എല്ലാവരും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ, എന്നെ കാണണ്ട കേട്ടോ. ഞാൻ ഓക്കെ. എന്നാലും എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചാ? ഭക്ഷണമെല്ലാം ആയാ? എന്തുട്ടി